വീണ്ടും പാക് അഫ്ഗാൻ ഏറ്റുമുട്ടൽ. ഡ്യൂറൻ ലൈനിൽ പാക് സൈന്യവും താലിബാനും ഏറ്റുമുട്ടി. ഖൈബർ പഖ്തൂൺ മേഖലയിലാണ് ഏറ്റുമുട്ടൽ. 7 പാക് സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. കഴിഞ്ഞ ദിവസത്തെ ഏറ്റുമുട്ടലിൽ 58 പാക് സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ഐസൻ ജൂസ് ചേരുകയാണ്. ഐസൻ, പാക് സൈനികരും താലിബാനും തമ്മിൽ ഏറ്റുമുട്ടൽ എന്നുള്ളതാണ്. പണ്ട് വലിയ കൂട്ടായിരുന്നവരാണ്. ഇപ്പോൾ എന്താണ് സംഭവം? നിലവിൽ ഈ പ്രശ്നം അതിസങ്കീർണമാകുന്നത് ഭാരതവുമായുള്ള അടുപ്പം അഫ്ഗാനിസ്ഥാൻ തുടരുകയും അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഭാരതത്തിലെത്തുന്നു. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. അദ്ദേഹം ഭാരതത്തിലെത്തിയ ദിവസം തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ്റെ സൈനിക നീക്കം അഫ്ഗാനിസ്ഥാനിൽ നടന്ന ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിലാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. അവിടെ നിന്നാണ് ഇപ്പോൾ ഇന്ന് രാവിലെ വരെ ആക്രമണങ്ങൾ നടന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നും നിരവധി പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ തുടർച്ചയായി ദിവസങ്ങളായി ഈ പ്രശ്നം അവിടെ സംഘർഷമായി നിലനിൽക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന സംഘടനയെ പാകിസ്ഥാൻ എതിർക്കുന്നുണ്ട്. ആ താലിബാൻ എന്ന് പറയുന്ന സംഘടനയെ പിന്തുണയ്ക്കുന്നത് അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ ഭരണകൂടമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണങ്ങൾ നടക്കുകയും ചെയ്തത്. സ്വാഭാവികമായും അഫ്ഗാൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ശക്തമായി ഉണ്ടാവുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലൊക്കെ തന്നെ കാര്യമായൊരു അറ്റാക്ക് നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചനകളെല്ലാം അനുസരിച്ച് ഈ വീണ്ടും പാകിസ്ഥാൻ്റെ സൈനികർ കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെയും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്ക് ഈ കാര്യത്തെ, അതായത് നേരത്തെ അല്പസമയം മുമ്പ് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 7-ലേറെ പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതുവരെ നടന്ന ആക്രമണങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പാക് സൈനികരുടെ എണ്ണം 60ഓളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത്തരത്തിൽ ഗൗരവമേറിയൊരു സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാകുന്നു. ഈ രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്നത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്. ഭാരതത്തിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ അഫ്ഗാനിസ്ഥാനിലുണ്ടാകുന്നു. അമേരിക്കയുടെ ഒരു ഇടപെടൽ പാകിസ്ഥാനിലുണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായൊരു സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇറാനിലൊക്കെ പോർട്ടുകളൊക്കെ സ്ഥാപിക്കുന്നത് പോലുള്ള അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്നതിനുള്ള നീക്കങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതവുമായുള്ള സഹകരണം അഫ്ഗാനിസ്ഥാൻ ശാക്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിർന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾക്ക് മുതിരുകയും ചെയ്തത്. ഇത് വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ച ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, അതായത് ഒരു അന്താരാഷ്ട്രീയ വിഷയം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതുതന്നെയായാലും ശക്തമായ സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നു. തുടർച്ചയായി 3 ദിവസത്തിലേറെയായി ഈ സംഘർഷം തുടരുന്നൊരു പശ്ചാത്തലം തന്നെയാണ് ഉള്ളത് എന്നതാണ് ഗൗരവമർഹിക്കുന്നൊരു വാർത്തയായി നിരീക്ഷിക്കപ്പെടേണ്ടത്. വീണ്ടും പാക് അഫ്ഗാൻ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുകയാണ്. ഡ്യൂറൻ ലൈനിലാണ് പാക് സൈന്യവും താലിബാനും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നത്. ഖൈബർ പഖ്തൂൺ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 7 പാക് സൈനികർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസവും ഏറ്റുമുട്ടലുണ്ടായിരുന്നു. 58 പാക് സൈനികരാണ് മരിച്ചത്. വിവരങ്ങൾ നൽകിയത് ഐസൻ ജൂസാണ്.